നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യബോധവും ശാസ്ത്രബോധമുള്ളവനെ സൃഷ്ടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, നിങ്ങൾ ഒരു സൃഷ്ടാവില്ലാതെ നിങ്ങൾ സ്വയം ഉണ്ടായതാണോ? നിങ്ങൾ സ്വയം ഉണ്ടായതാണോ അതോ നിങ്ങളാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? അതാണ് ആ ചോദ്യം. അതല്ല, നിങ്ങളാണോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്? ഇപ്പൊ എത്ര ആഴത്തിലുള്ള ഒരു ചോദ്യമാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നമ്മളാരും സ്വയം ഉണ്ടായതല്ല, അതേപോലെ തന്നെ നമ്മളല്ല നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾക്കൊരു തുടക്കമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പിന്നിൽ ചില കാരണക്കാരുണ്ടെന്ന് യാതൊരു തെളിവും കൂടാതെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള കാര്യം ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ചേർത്ത് പ്രപഞ്ചത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാര്യത്തിൽ വളരെ അന്ധമായിട്ട് തന്നെ ആ ഒരു കാര്യം വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ നമുക്കറിയാം ആകാശഭൂമികൾ അതിനും ഒരു തുടക്കമുണ്ടെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തുടക്കമുള്ള നമ്മുടെ പിന്നിൽ ഒരു കാരണക്കാരനുണ്ടെന്ന് യാതൊരു തെളിവും കൂടാതെ വിശ്വസിക്കുന്ന നമുക്ക് നമ്മളെക്കാൾ സങ്കീർണമായിട്ടുള്ള ഇത്തരം സൃഷ്ടികൾക്ക് പിന്നിൽ അതിന് യാതൊരു തുടക്കക്കാരനുമില്ല, അത് യാദൃച്ഛികതയുടെ ഫലമാണെന്ന് എങ്ങനെയാണ് ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്? ആ രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങളാണ്. ആ ആയത്ത് തന്നെ ഒരു മണിക്കൂറുകളോളം വിശദീകരിക്കാനിട. ربك أم هم المسيطرون